അലീനെ കാണാൻ കൊളത്തൂപ്പുഴയ്ക്ക് പോയിരിക്കുകയാണ് മനുവും രോഹിത്തും രേവതിക്കുട്ടിയും കൃഷ്ണമോളും ബബിതയും. അങ്ങനെ അവരെല്ലാം തിരികെ വരുന്നുണ്ട് കേട്ടോ. വൈജയന്തിയുടെ വാക്ക് കേൾക്കാതെയാണ് എല്ലാവരും പോയത്. വൈജയന്തിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ബഹളമൊക്കെ കേൾക്കുമ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് അവരാരും അയിന്റ് പോലും ചെയ്യാതെയാണ് കേട്ടോ കുളത്തൂപ്പുഴയ്ക്ക് കാണാനായിട്ട് പോണത്. മനുവാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോണത്. അങ്ങനെ അവിടെ പോയി 2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വളരെ സന്തോഷമായിട്ടാണ് വരുന്നത്. അങ്ങനെ എറണാകുളത്ത് പോയിട്ട് രേവതിക്കുട്ടീനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇവരെല്ലാം തിരികെ വരുന്നത്. ആ സമയം കൊണ്ട് തന്നെ രേവതിക്കുട്ടിയും അതുപോലെ രോഹിത്തും കുറച്ചൊക്കെ അടുത്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. രണ്ടുപേരും ബാക്കിൽ അടുത്തടുത്താണ് കേട്ടോ ഇരുന്നതൊക്കെ. ആ സമയത്ത് ഇവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓർഫനേജിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ആദ്യം അടിയാണെങ്കിലും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. ചില മെസ്സേജുകളിലൂടെ അവർ സംസാരിക്കാറുമുണ്ട്. അങ്ങനെ പോവാൻ നേരം രോഹിത്ത് രേവതിക്കുട്ടീനെ ഒന്ന് നോക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും രോഹിയെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും നോട്ടത്തിൽ തന്നെ പ്രത്യേകമായ ഒരു കണക്ഷൻ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നല്ല പ്രണയം തന്നെ അവരുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ. രോഹിയും രേവതിക്കുട്ടിയും തമ്മിൽ ചെറിയ അടുപ്പമായിട്ടുണ്ടെന്നൊക്കെ മനുവിന് മനസ്സിലാവാണ്. മനുവും ചെറിയൊരു കള്ളച്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും നേരെ നെടുമുറക്കൽ വീട്ടിലേക്ക് വന്ന് വണ്ടി നിർത്തുകയാണ്. അങ്ങനെ ലഗേജും ഒക്കെ എടുത്തുകൊണ്ട് കൃഷ്ണയും ബബിതയും രോഹിത്തും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മനുവും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് വാതുക്കയിൽ നെടുന്തൂൺ പോലെ നിൽക്കാണ് കേട്ടോ വൈജയന്തി. അമ്മ എന്താ വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണോ എന്ന് ബബിത ചോദിക്കുമ്പം അതേടി ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. ഇത് അമ്മയുടെ വീടൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ അച്ഛന് കഷ്ടപ്പെടുണ്ടാക്കിയ വീടാ. അതുകൊണ്ട് അമ്മ മാറാൻ നോക്ക്, ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം. ഇല്ല, ഇവിടുന്ന് മാറില്ലടി, നിങ്ങളാരും അകത്തേക്ക് കയറണ്ട. എന്താ ആന്റി ഇത്, കൊച്ചു പിള്ളേരെ പോലെ വഴി തടഞ്ഞു നിർത്തിയിട്ട് കൈ പൊക്ക് എങ്കിൽ ഞാൻ വിടാം എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കളിക്കുന്നത് പോലെ ആന്റി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ. നീ മിണ്ടി പോകരുത്, നീ ഒറ്റയെടുത്തനാ ഇതിനെല്ലാം കാരണക്കാരൻ. ഇവിടെ വന്ന് ഇവരെ ഇളക്കി ഇവരെ കൊണ്ടുപോയത് നീയല്ലേടാ എന്ന് ചോദിക്കുമ്പോ ഇവർക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അങ്കിള് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാനെന്തിനാ ആന്റി മടിക്കുന്നത്? അലീനെ കാണാൻ പോവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. ഇവരെല്ലാം കൂടെപ്പിറപ്പ് അലീന. അതെങ്ങനെയാടാ ഇവരെല്ലാം കൂടെപ്പിറപ്പാവുന്നത്? ഇത്രയും കാലം എല്ലാരും പറഞ്ഞു പറ്റിക്കുകയല്ലായിരുന്നോ അയാളും അവളും കൂടിയിട്ട് അയാളുടെ സ്വന്തം മകളാണെന്ന്? അതല്ലെന്ന് തെളിഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാടാ അവള് സ്വന്തം കൂടെപ്പിറപ്പാവുന്നത്? അതൊന്നും ആന്റിക്ക് പറഞ്ഞ തലേ കയറില്ല. ആന്റി എന്നും പറഞ്ഞുകൊണ്ട് കൈ മാറ്റിക്കൊണ്ട് മനു അകത്തേക്ക് കയറാണ്. പിന്നാലെ തന്നെ ഒരു 3 പേരും കയറുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ പുറത്തായിരിക്കും കേട്ടോ. കാറ് വരുന്നുണ്ട് കേട്ടോ. കാറ് നിർത്തി ബാലേന്ദ്രൻ ഇറങ്ങാണ്. ഇവര് വന്നെന്ന് ബാലിന് മനസ്സിലാവുന്നുണ്ട്. അകത്തേക്ക് കയറിയിട്ട് കൃഷ്ണമോളെ ബബിതയെന്ന് വിളിക്കുമ്പോഴേക്കും ആദ്യം വരുന്ന മനു ആയിരിക്കും. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. എന്റെ കാറുണ്ടപ്പോ അങ്കിൾ മനസ്സിലായില്ലേ? ഞാനത് ഓർത്തില്ലടാ. അല്ല, പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അങ്കിളെ. അപ്പോഴേക്കും ബാക്കി 3 പേരും കൂടി ഇറങ്ങി വരികയാണ്. ബാലൻ വന്ന് അറിഞ്ഞോണ്ട് വൈജ മുറിയിൽ കയറിയിട്ട് ഒരു ഓറടച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇവര് പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, എങ്ങനെയുണ്ടായിരുന്നു? ആ പുള്ളി എന്ത് പറഞ്ഞു? അവിടുത്തെ ആ മുതലാളി ആളൊരു കടുംവെട്ടാ, വലിയ ഗൗരവമാ. വലുതായിട്ട് സംസാരിച്ചൊന്നുമില്ല. മുറിയൊക്കെ കാട്ടിത്തന്നു, ആഹാരം കഴിക്കാൻ പറഞ്ഞു, അത്രമാത്രം. പിന്നെ ഒരു സമാധാനമുള്ളതേ അയാളുടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ നല്ല തമാശക്കാരനാ. ഞങ്ങളോടെല്ലാം തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ആ പറമ്പെല്ലാം കൊണ്ട് കാണിച്ചു. അലീനെ എസ്റ്റേറ്റൊക്കെ കൊണ്ടുനടന്ന് കാണിച്ചു. അതുപോലെ അവിടെ കുഴപ്പമില്ല. പക്ഷേ എന്തോ ഒരു മൂകാവസ്ഥയാ അങ്ങളെ. മൊത്തം കാടല്ലേ, ഒത്ത നടുക്ക് ഒരു ബംഗ്ലാവ് പോലത്തെ വീടും. ആ ബംഗ്ലാവേ കണ്ടാലൊരു പ്രേത ബംഗ്ലാവ് പോലെ തോന്നും. അലീനയാണല്ലോ ഇപ്പൊ അവിടുത്തെ എല്ലാവരും കയ്യിലെടുത്ത് കഴിഞ്ഞു. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര സങ്കടാ. ഇവിടൊക്കെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ തീരെ പിടിച്ചിട്ടില്ല എന്നവള് പറഞ്ഞോടാ. പറഞ്ഞു, പറയാതെ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു ജയിലിൽ കിടക്കുന്നത് പോലെയാണെന്നാ അവള് പറയുന്നത്. മുറിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ആരുമില്ല. കുത്തുവാക്ക് പറയാനും ആരുമില്ല. പക്ഷേ ഇതെല്ലാമായിട്ടും അവൾക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നലാ. ആ പട്ടികളും കുറെ പ്രാവുകളും മാത്രമാണ് അവൾക്കിപ്പോൾ സംസാരിക്കാനുള്ള കൂട്ട്. പിന്നെ അവിടുത്തെ ആ വില്ലേപ്പച്ചന്റെ കാര്യം പറഞ്ഞില്ലേ, അയാളും.
അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും, അവളെ കാണാനായിട്ടും സംസാരിക്കാനൊക്കെ ആയിട്ട്. അത് മാത്രമാണ് അവളുടെ ഏക ആശ്വാസം എന്ന് പറയുന്നുണ്ട്. ശരിക്കും അലീന നമ്മളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയുമ്പം ബബിത പറയാണ്, ഉണ്ടോന്നോ, ഞങ്ങളങ്ങോട്ട് എന്നപ്പോഴേ ചേച്ചിക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയോ. ഞങ്ങളെ കൊണ്ടു നടക്കായിരുന്നു പൊന്നു പോലെ. രാത്രിയിലൊക്കെ ഞങ്ങളുടെ കൂടെ കിടന്നതൊക്കെ അത്രയ്ക്ക് ജീവനായിരുന്നു. പിന്നെ വരാൻ നേരം ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. ആ എന്തു ചെയ്യാനാ, ഇവിടുത്തെ ചിലരുടെയൊക്കെ അഹങ്കാരം കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ആ പാവം പെൺകുട്ടി ഇപ്പോഴിവിടെ തന്നെ കണ്ടേനെന്ന് ബാലൻ പറയുന്നുണ്ട്. കൃഷ്ണ പറയാണ്, ശരിയാച്ചാ, നമുക്ക് ചേച്ചിയെ തിരികെ കൊണ്ടുവരായിരുന്നു. അവിടുത്തെ ആ സെറ്റപ്പൊക്കെ വളരെ ഗംഭീരാ. ആ ചേച്ചിയുടെ മുറിയെ നമ്മുടെ വീടിനത്ര വലിപ്പമുള്ളൊരു മുറിയാ. ബാത്റൂമോ അതിലും വലുത്, AC-യും ഡബിൾ കോട്ട് ബെഡും എല്ലാ സൗകര്യങ്ങളും, കബോർഡ് നിറയെ ചേച്ചിക്ക് വേണ്ടിയുള്ള എല്ലാ ഐറ്റം ഡ്രസ്സുകളും. എന്തൊക്കെയാണെന്നറിയോ, അവിടെ ഡൈനിങ് ടേബിളിലെ വിഭവങ്ങളൊക്കെ അച്ഛനൊന്ന് കാണേണ്ടത് തന്നെയാ. എല്ലാ ഐറ്റംസും ഉണ്ട്, നോൺ വെജും വെജും എല്ലാം. എന്തൊക്കെ വേണോ എല്ലാം അവിടെ റെഡിയാ. ചേച്ചി ഒരു ജോലിയും ചെയ്യണ്ട, കയ്യും കഴുകി വന്നിരുന്നാ മതി. ചേച്ചിയുടെ സ്വഭാവമല്ലേ, ചേച്ചി അടങ്ങിയിരിക്കില്ല. എങ്കിലും കാണുമ്പോ സങ്കടം തോന്നാ. നമ്മളെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കണ്ടേ, അവിടെ ഉള്ളത് 3-4 ആണുങ്ങൾ മാത്രമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒളിച്ചിരുന്നോണ്ട് വായിച്ച കേക്കാണ് കേട്ടോ. ബബില ഈ സമയം ചായ ഉണ്ടാക്കി മനുവിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലേ സെർവന്റെ കാര്യം എന്തായി? നോക്കുന്നുണ്ട്, ഒരാളെ കിട്ടണ്ടേ. നോക്കുന്നവരെല്ലാം തന്നെ ഇത്ര വലിയ വീട് കാണുമ്പം ആർക്കും വേണ്ട. പിന്നെ ഞാൻ കുറെ പേരെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, കുറെ ഏജൻസിയിലും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഏതേലും ഒന്ന് ഒത്തുവരും. എന്റെ മനുവേട്ടാ, ഇപ്പോ ഒത്തു വന്നില്ലെങ്കിലേ നല്ല പണി കിട്ടും. ഞങ്ങളെ മടുത്തു. ഇനിയിപ്പോ കോളേജൊക്കെ ആക്റ്റീവ് ആകാൻ പോവല്ലേ, ഇവക്കാണ് സ്കൂളും തുറക്കും. അതോടുകൂടി എല്ലാം അവസാനിക്കുന്ന മട്ടാ. പിന്നെ ഞങ്ങളിപ്പോ 5 മണിക്ക് എണീച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒത്തൊരുമ കാണുമ്പോളെ ഇവിടെ ചിലർക്കൊന്നും സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ജോലിയൊന്നും ചെയ്യണ്ട, അവർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാ ചെയ്യുന്നത്. ആരുടെ കാര്യാ ബബില നീ പറയുന്നേ? വേറെ ആരെയാ? ഞങ്ങളുടെ അമ്മയുടെ കാര്യാ. രാവിലെ എണീച്ച് എന്ത് ചെയ്യാൻ പോയാലും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കയറി ഞങ്ങൾ ചെയ്യാനൊരുങ്ങും. ഞങ്ങളിപ്പോ ഒന്നും ചെയ്യിക്കാറില്ല. അമ്മയ്ക്ക് ക്ഷീണമാണെങ്കിലും തളർച്ചയാണെങ്കിലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അല്ലിച്ചിട്ടുള്ള വാശിയാ. ചേച്ചിയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് ജോലി ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ ജോലി ചെയ്യണ്ടെന്നുള്ളതാ അമ്മയുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു കേട്ടോ. ഇവരെല്ലാരും കൂടി ടാർഗറ്റ് ചെയ്ത് തന്നെ വട്ടത്തിലിരുന്ന് കളിയാക്കുന്നത് കണ്ടുകൊണ്ട് വയജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മനു ചായ കുടിച്ചതിന് ശേഷം, ഞാൻ പോവാങ്ങളെ, 2 ദിവസമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, നല്ല ക്ഷീണമുണ്ട്. ഇവനോടുള്ളത് കൊണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു. മാറി ആ വണ്ടി ഓടിച്ചത്. ഞാൻ എന്തായാലും വീട്ടിലൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ബബിത പറയാണ്, എന്തായാലും മനുവേട്ടൻ അല്ല ചേച്ചിയെ കണ്ടപാടെ ഒന്ന് ഉഷാറായി. അതുവരെ ആളുടെ മോഹമൊക്കെ വാടിക്കൊരഞ്ഞ് ഒരു പരുവായിരുന്നു. അലിന ചേച്ചിയെ കണ്ടപാടെ എന്തൊരു ഉഷാറാ. 2 ദിവസം ആള് നിലത്തെങ്ങും അല്ലായിരുന്നു. ഒന്ന് പോടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് മനു ഇറങ്ങാണ്. കൂടെ തന്നെ ബാലും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അലീന നിന്നോട് വല്ലൊന്ന് പറഞ്ഞോ? ഇല്ല. എന്താ ആങ്ങളെ? അല്ല, നിങ്ങളുടെ വിവാഹകാര്യത്തെ പറ്റി അതിപ്പോ തീരുമാനിക്കാൻ വേറെ ആൾക്കാരായില്ലേ ആങ്ങളെ? നേരത്തെ ആണെങ്കിൽ വേറെ ആരെയും ബോധിപ്പിക്കണ്ടായിരുന്നു. ഇപ്പൊ അവക്ക് അച്ഛനായി കുടുംബക്കാരായി. എല്ലാം കൊണ്ടും എനിക്ക് നല്ല പേടിയുണ്ട്. അലീന എനിക്ക് നഷ്ടപ്പെടുവോന്ന്. ഇല്ലടാ, അതൊരിക്കലും സംഭവിക്കില്ല. അലീനയ്ക്ക് തന്നെ ഇഷ്ടമല്ലേ, പിന്നെ എങ്ങനെയാ സംഭവിക്കാം? പക്ഷേ അവളത് ആരോടും തുറന്ന് പറയില്ലല്ലോ. എന്നോട് പോലും അവളെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എങ്ങനാ എനിക്ക് പേടിയാവുന്നുണ്ടെങ്കിലേ. അവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. അവിടെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. നല്ലൊരു കാശുകാരൻ നസ്രാണി പയ്യനെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നൊക്കെയാണ് അവിടുത്തെ തീരുമാനം. അങ്ങനെ അത് അവർ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോടാ. അവളുടെ അമ്മ വീട്ടുകാര് ഇവിടെയല്ലേ, നമ്മളും തീരുമാനിക്കണ്ടേ എന്ന് പറയുമ്പോ ഇപ്പൊ അവളുടെ അച്ഛന്റെ കൂടെയല്ലേ എന്ന് അമ്മനു ചോദിക്കുന്നുണ്ട്. അലിഞ്ഞല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ലെങ്കിലേ, അതും തീരുമാനിച്ച കാര്യാ. അവളെ ഒന്ന് കണ്ടപ്പോഴാ എന്റെ മനസ്സിന് ഒരാശ്വാസം. പോരാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞു. എന്റെ കയ്യിൽ പിടിച്ച്, മനുവേട്ടൻ എന്നെ വിശ്വസിക്കുന്നില്ലേ, ഞാൻ എന്ന് മനുവേട്ടന്റെ ആന്ന് ഒരു വാക്ക് പറഞ്ഞു. അതിലാ ഇപ്പൊ എന്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പം, കൊള്ളലോടെ കാമുക, നീ നല്ല പ്രണയത്തിലാണല്ലോടാ ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ.
വെളിയിലിറങ്ങുമ്പോഴേക്കും രോഹിത്ത് അവിടെ നിൽക്കുമായിരിക്കും കേട്ടോ. രോഹിത് ആണെങ്കിലോ ഫോണിലിങ്ങനെ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മെസ്സേജ് അയക്കുന്നത് വേറെ ആർക്കുമല്ല, രേവതിക്കുട്ടിക്കാണ്. മനു ഇറങ്ങി വന്ന പാടെ ആ ഫോൺ ഓഫാക്കി അവൻ പോക്കറ്റിലിടുന്നുണ്ട് കേട്ടോ. മനു അപ്പോൾ രോഹിത്തിന്റെ തോളത്ത് കൈയും വെച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലടാ എന്താ ഉദ്ദേശം? എന്താ ഏട്ടാ? അല്ല, ഞാൻ കാണുന്നുണ്ടായിരുന്നു, എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീയും രേവതിക്കുട്ടി തമ്മിൽ എന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത്ത് ഒരു വല്ലാത്തൊരു ചിരി വെച്ചുകൊണ്ട് നിൽക്കുകയാണേ. എന്താടാ സത്യം പറ, രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ? അപ്പോൾ രോഹിത്ത് പറയാണ്, അങ്ങനെ ഡീപ്പായിട്ട് നിർത്തിയിട്ടില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ ലെവലിൽ നിന്ന് ഇച്ചിരി മുകളിലോട്ട് പോയി എന്നൊരു തോന്നല് രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറയുമ്പം രേവതിക്കുട്ടി എന്ത് പറഞ്ഞു? രേവതിക്കുട്ടിക്ക് അങ്ങനെ എതിരഭിപ്രായമൊന്നുമില്ല, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല, അവളും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, അങ്ങനെ തുടർന്നു പോന്നു. എന്തൊക്കെയാണെങ്കിലും ഞാൻ ചേച്ചിയുടെ അനിയനല്ലേ, അവൾ അനിയത്തിയും. അപ്പൊ പിന്നെ ഞങ്ങളുടെ സ്വഭാവം ആ ചേച്ചിയെ പോലെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിന്റെ പഴയ കാര്യമൊന്നും രേവതിക്കുട്ടിക്ക് കുഴപ്പമില്ലടാ എന്ന് ചോദിക്കുമ്പം ഇല്ല, എല്ലാ കാര്യങ്ങളും അവൾക്കറിയാലോ, അവളുടെ എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിനക്ക് രേവതിക്കുട്ടിയെ ശരിക്കും ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് മനുവേട്ടാ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് പേടിയാ. പണ്ടത്തെ കാര്യം പറഞ്ഞ് എന്നെ എന്തെങ്കിലും പറയുമോ, എന്നെ ഉപേക്ഷിക്കുകയോ വേണ്ട നോക്കുകയോ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ എനിക്ക് പേടിയാ. ഇപ്പോഴൊരു പെൺകുട്ടീനെ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് രേവതിക്കുട്ടിയെ. അവളോടിപ്പോൾ എനിക്ക് വേറെ അർത്ഥത്തിലൊരു ഇതുമില്ല, അവളോട് എനിക്ക് പ്രണയം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അവൾ അങ്ങനെ നോ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് കുറെ കൂടെ റിലേഷൻ ഒന്ന് ഡീപ്പാവട്ടെ, അതിനുശേഷം പറയാനും കരുതി ഇരിക്കാം. രേവതിക്കുട്ടിയും പഠിച്ച് ഒരു ലെവലെത്തണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാ. പിന്നെ ഇവിടുത്തെ അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ അവളെയും കൂടി വേണമെങ്കിൽ കൊന്നുകളയും. ആ ദേഷ്യമുണ്ട് അമ്മയ്ക്ക് അലീന ചേച്ചിയോടും അവളോടും ഒക്കെ. അതുകൊണ്ട് എല്ലാം ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ട് വേണം എന്നൊക്കെ പറയാം. കൊള്ളാളോടെ കാമുക, ഇപ്പോ നിന്റെ അച്ഛൻ എന്നെ പറഞ്ഞതേ ഉള്ളൂ ആലയുടെ കാര്യം പറഞ്ഞുകൊണ്ട്. എന്തായാലും രേവതിക്കുട്ടി നിനക്ക് പറ്റിയ ജോഡി തന്നെയാ. പക്ഷേ അവൾ ഒരുപാട് കരഞ്ഞതാ, ഇനിയും കരയിക്കാനട വരുത്തരുത്. എല്ലാം ആലോചിച്ചും കണ്ടും കേട്ട് തീരുമാനിച്ച് മാത്രം മതി. പിന്നെ നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താ ഏട്ടാ ഇത്? ഒരിക്കലില്ല. എൻ്റെ അലൻ ചേച്ചിയാണ് സത്യം. ചേച്ചിയാ എന്നെ മാറ്റിയെടുത്തത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. രേവതിക്കുട്ടിനെ മനസ്സുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ ഇപ്പൊ നീ പറയണ്ട. ഫ്രണ്ട്ഷിപ്പ് അതിന് മുമ്പോട്ട് വെക്കോ. രണ്ടുപേരും പഠിക്ക്. നിന്റെ ഈ പ്രാവശ്യം എക്സാം കഴിയല്ലേ, നല്ലൊരു ജോലിക്ക് കയറണം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിനുശേഷം മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ. അതുവരെ ഈ റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു കാറിനടുത്തേക്ക് പോയി തുറക്കാൻ പോകുമ്പോഴാണ് ചാവി എടുത്തിട്ടില്ല എന്ന് ഓർക്കുന്നു കേട്ടോ. തിരികെ പോയിട്ട് താക്കോല് തപ്പുന്നുണ്ട്. ഈ സമയത്ത് വൈജ ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. മനു ഇവിടം വരെ വന്നേ എന്ന് പറയാണ്. മനു അപ്പോഴേക്കും അകത്തേക്ക് കയറുമ്പം വൈജ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം ഇത് വാതിക്കി വെച്ച് തന്നെ മേഡം ആനി ചോദിച്ചതല്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഇവർക്കെല്ലാം പോണെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി. പിന്നെ ആനിക്ക് അറിയാലോ അലീനെ വിവാഹം കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് ഞാൻ പോയി. അതിലിപ്പം എന്നത്തെ തെറ്റ്? നിനക്ക് നാണമില്ലേടാ? നിന്റെ ഇവിടുത്തെ അയാളുമായിട്ട് അവിഹിതമാണ് അവളെന്നൊക്കെ നീ അറിഞ്ഞതല്ലേ, എന്നിട്ട് കൂടി ഒരു നാണമില്ലാതെ നീ അവളെ സ്നേഹിക്കാണോ? ആന്റി അനാവശ്യം പറയണ്ട. അങ്കിളിന് അവളെ മോളെ പോലെയാ, അവൾക്ക് അച്ഛനെ പോലെയും. അതുകൊണ്ട് ആന്റി അതിനെക്കുറിച്ചുള്ള അനാവശ്യമൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ട. അല്ലെങ്കിൽ തന്നെ അലീനെ കുറിച്ചൊരു വാക്കുപോലും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് ആന്റിക്ക് അറിയാലോ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ എല്ലാവരും പോയി അലീനെ കണ്ടു, സന്തോഷമായിട്ട് തിരികെ വന്നു. ഞാൻ വീട്ടിലേക്കും പോവാ. വെറുതെ ആന്റി ആനയുടെ വായിലെ വെള്ളം വറ്റിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് മനു പോകാനിറങ്ങുമ്പോൾ വൈദ്യ ചോദിക്കുന്നുണ്ട്, അല്ല അവളിപ്പം നിൽക്കുന്ന കൊളുത്തൂപ്പുഴ എന്ന് പറഞ്ഞ വീടാണല്ലോ, ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറയുമ്പം മനു തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനു പറയാൻ മടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവിടെ ആ എസ്റ്റേറ്റിന് ഓണറുണ്ട്, പിന്നെ അയാളുടെ അച്ഛൻ വല്ലപ്പോഴൊക്കെ വന്നു പോവുള്ളൂ. പിന്നെ 3 ജോലിക്കാരാ, ഒരു ഡ്രൈവറും ഒരു കാര്യസ്ഥനും പിന്നെ ഒരു കുക്കും. ഇത്രയും പേരെ ഉള്ള അവിടെ. ഇവരെല്ലാരും പുരുഷന്മാരാണോ? അതെ. അല്ല അലീനയ്ക്ക് അവിടെ എന്താ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം, പിന്നെ അവിടെ ചുമ്മാ നടക്കുന്നതേ ഉള്ളൂ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവളവിടുത്തെ ആരാ?
അത് പിന്നെ ജോലിക്കാരി, ഒരു ജോലിക്കാരിയായിട്ട് അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അവിടെയാണെങ്കിലോ 4 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. പറയാൻ പ്രത്യേകിച്ച് അവർക്ക് ജോലിയില്ല, പക്ഷെ ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. മനു അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. വൈജിയോട് പറയാൻ പറ്റില്ലല്ലോ, അവളുടെ അച്ഛൻ്റെ കൂടെയാണ്, അതുകൊണ്ടാണ് ജോലിയൊന്നും ചെയ്യേണ്ടാത്തതെന്ന്. പക്ഷേ വൈജി ചിന്തിക്കുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം കൊടുത്തുകൊണ്ട് അവളൊരു വീട്ടിൽ നിൽക്കുകയാണ്, അവിടെ 4 ആണുങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ടതും മനു തിരിഞ്ഞ് വൈജയെ നോക്കുന്നുണ്ട്. നീ എന്തിനടാ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോണു, അവിടെ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ജോലിയില്ല. അവിടെ 3-4 ആണുങ്ങളുണ്ട്, വേറെ സ്ത്രീകൾ ആരും ഇല്ല. അപ്പൊ എന്നെക്കുറിച്ച് നാട്ടുകാർ എന്ത് പറയും? നീ ആണെങ്കിൽ എന്ത് പറയും എന്നെ ചോദിക്കാൻ കേട്ടോ. മനു ഒരക്ഷരമുണ്ടാ നിൽക്കാണ്. കണ്ടോ, നിന്റെ നാവ് തന്നെ ഇറങ്ങിപ്പോയില്ലേ? അതാ ഞാൻ പറഞ്ഞത് അവളുടെ സ്വഭാവം ശരിയല്ല എന്ന്. ബാലേന്ദ്രൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. ബാലനറിയാം അവളുടെ ക്യാരക്ടർ എന്താണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും. അതിനു പറ്റിയ ഒരു സ്ഥലം തന്നെയാ അവന് കാണിച്ചു കൊടുത്തത്. നാണം കെട്ടവൾ ആ വഴിക്ക് പോയിരിക്കുകയാ. അവളെ കെട്ടണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോടാ. എത്ര പേരെ കൂടെ കഴിഞ്ഞവളാവളെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന ഒരു ഷോക്കേസിലിരുന്ന ഒരു ചില്ലിന്റെ ഒരു സാധനം എടുത്ത് അവൻ വലിച്ചെറിയാണ്. ദേ ആന്റി എന്നും പറഞ്ഞുകൊണ്ട് വൈജിക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട് കേട്ടോ. വൈജ ഞെട്ട് നിൽക്കാണ്. വൈജി അടിക്കാൻ പറ്റുന്ന ദേഷ്യാണ് അവൻ ആ ഒരു ഇതിൽ തീർത്തിട്ടോ. വൈജ, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ മിണ്ടി പോകരുത്. അലീനെക്കുറിച്ച് ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്ന് പറയാണ്. ഇവർ ഡോർ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളൊരു മുറിയിലേക്ക് കയറി കഥകടച്ചുകൊണ്ടും ഇവിടുത്തെ സംസാരം ബഹളമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മനു പറയാണ്, അതെ ആനയുടെ സംശയം ശരിയാ. ഇത് കേൾക്കുന്ന ആരുടെയാണെങ്കിലും സംശയം ശരി തന്നെയാ. അവളവിടെ ജോലി ചെയ്യുന്നില്ല, കാരണം അവളവളുടെ അച്ഛൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറയുമ്പം അച്ഛനോ? ഏതച്ഛൻ? ഇവിടെ ഉണ്ടായിരുന്നു അവൾക്കൊരച്ഛൻ. കുറെ കാലം അച്ഛനെന്ന് പറഞ്ഞ് കൊണ്ടു കിടന്നു. പിന്നെ അറിഞ്ഞു അച്ഛനൊന്നും അല്ല, അത് കള്ളത്തിലാണെന്ന്. ഇതും അതുപോലാണോ? അല്ല, അവളെ ജനിപ്പിച്ച അവളുടെ സ്വന്തം അച്ഛനാ അവിടെ ഉള്ളതെന്ന് പറയുമ്പം അതേതച്ഛൻ? ഇത്രയും കാലം ഇല്ലാത്തൊരു അച്ഛൻ എവിടെ നടാ പെട്ടെന്ന് പൊങ്ങി വന്നത് എന്ന് പറയുമ്പം ഇത്രയും കാലം ഇല്ലാത്ത അച്ഛനൊന്നുമല്ല, 23 വർഷം മുമ്പ് അവളെ ജനിപ്പിച്ച അവളുടെ അച്ഛനാ. പേര് പറഞ്ഞ ആന്റിക്ക് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കും. എനിക്കോ അവളെ പഴച്ചു പറ്റ ആ തന്നുള്ള ആരെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പം പേര് ഞാൻ പറയാം, അപ്പോൾ ആന്റിക്ക് മനസ്സിലാവാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് എന്ന് പറയാണ്. ആ പേര് കേട്ടപ്പോഴേക്കും ഞെട്ടിത്തിരിഞ്ഞ് വൈദ്യ നോക്കാണ്. എന്താ ആന്റി, ആ പേര് കേട്ടിട്ടുണ്ടോ? ആ പേരിന് ഉടമയാരെന്ന് ആന്റിക്ക് അറിയോ? ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയാണ്. അത് കേട്ടതും വൈദ്യക്ക് നിൽക്കാൻ പോലും വയ്യാതെ കട്ടിലിരിക്കുന്നുണ്ട്. എന്താ മേഡം, സോറി, എന്താ ആന്റി തകർന്നു പോയോ അത് കേട്ടപ്പോ? അത് വേറെ ആരുമല്ല, അലീനയുടെ അച്ഛനാ, സ്വന്തം അച്ഛൻ. 23 വർഷങ്ങൾക്ക് മുമ്പേ അലീനെ ജനിപ്പിച്ച തന്ത അയാള് എന്ന് പറയുന്നുണ്ട്. വൈജ ഉത്തരം മുട്ടി നാക്കിറങ്ങുന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അവളെ പിഴച്ചു പ്രസവിച്ച ആ തള്ളയാരാണെന്ന് ആന്റിക്ക് അറിയോ എന്ന് ചോദിക്കുമ്പം വൈജ മനുവിനെ തന്നെ നോക്കുകയാണ് കേട്ടോ. ആന്റി നോക്കുവൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ശരിയാ. അവളെ പ്രസവിച്ച ആ തള്ള വേറെ ആരുമല്ല, ആന്റി തന്നെയാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് മനുവിന്റെ കോളറിന് പിടിക്കുന്നുണ്ട്. എടാ, നീ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സത്യ ആന്റി. ഇത്രയും കാലം മറച്ചതാ ആന്റിക്ക് വേണ്ടി, ആന്റിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ വിവാഹം കഴിക്കാൻ പോന്ന, ഞാൻ ജീവിതത്തിൽ സ്നേഹിക്കുന്ന എന്റെ അലീനെ കുറിച്ച് മോശം പറഞ്ഞ ഞാൻ അടങ്ങിയിരിക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ അവളോട് എന്താ ചെയ്യുന്നെന്ന്? അവളുടെ അച്ഛന്റെ വീട്ടില് അവൾക്ക് ഒരു ജോലിയും ചെയ്യാതെ താമസിക്കാം. അതിപ്പം ആന്റിക്ക് മനസ്സിലായല്ലോ. അവിടെ ബാക്കി ജോലിക്കാരും ഉണ്ട്, പരിചാരവും ഉണ്ട്, അവളെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അലീനൊരു കുറ്റക്കാരില്ലെന്ന്? പിന്നെ ബാക്കി ഒരുപാട് കഥകള് ആന്റി അറിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ആന്റി 23 വർഷം മുമ്പ് പ്രസവിച്ച ആ മകളാണ് അലീന. അന്ന് മരിച്ചുപോയെന്ന് ആന്റിയുടെ സഹോദരങ്ങളും അച്ഛനും ഒക്കെ കൂടി കള്ളം പറഞ്ഞതാ. എന്റെ മുത്തച്ഛനും അമ്മാവന്മാരെല്ലാം ചേർന്ന് കള്ളം പറഞ്ഞത് തന്നെയാ. അവള് മരിച്ചില്ലായിരുന്നു, അതൊരു പെൺകുട്ടിയാ. ആനിയുടെ അച്ഛൻ
കുഞ്ഞിരാമൻ നായരും, അതായത് എൻ്റെ മുത്തശ്ശനും, പിന്നെ ഈ സ്റ്റാൻലി ജോസഫിന്റെ അച്ഛനുണ്ട് ഔദക്കുട്ടി, അയാളും കൂടിയിട്ടാ ആ കുഞ്ഞിനെ അന്ന് ആ ഓർഫനേജിൽ കൊണ്ടാക്കിയത്. പിന്നെ രാമുണ്ണിയാരും എല്ലാരും കൂടി ചേർന്ന് ആന്റിയെ പറ്റിക്കുകയായിരുന്നു. അവരാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ ഓർഫനേജിലാക്കിയത്. സ്റ്റാൻലിയോട് ആന്റി വേറെ വിവാഹം കഴിച്ചു, കുഞ്ഞ് മരിച്ചുപോയെന്നാ അവരും പറഞ്ഞത്. മേഡത്തിനോടും അങ്ങനെ തന്നെ പറഞ്ഞതൊക്കെ എനിക്കറിയാം. നിങ്ങളെ രണ്ടു കൂട്ടരെയും ഇവരെല്ലാം കൂടി പറ്റിക്കുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വലുതായി സ്വന്തം അമ്മയെ കാണാനായിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്, കൊല്ലപ്പള്ളിക്കും പിന്നെ നെടുമ്പുരക്കിലേക്കും. അങ്ങനെയാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം സംഭവിച്ചതും ഇപ്പൊ ആന്റിക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടാതെ അവളിങ്ങനെ ആകെപ്പാടെ ഷോക്കായി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് മാത്രല്ല, എന്റെ മുത്തശ്ശന്, അതായത് ആനയുടെ അച്ഛന് സത്യങ്ങളെല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാ കഴക്കൂട്ടത്ത് പോയിട്ട് അവളെ കൊണ്ടുവന്നത്. അതുപോലെ ഇപ്പം എന്റെ അമ്മ, എന്റെ കൊച്ചന്മാർക്കും വെള്ളിച്ചനും എന്റെ അച്ഛനും അറിയാം, പിന്നെ ആനയുടെ അമ്മയ്ക്കും അറിയാം. അതുപോലെ വേറെ ആർക്കെങ്കിലും ഒക്കെ അറിയുമോന്ന് ആന്റിക്ക് അറിയണോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രന് ഈ കാര്യം അറിയുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് മനു കള്ളം പറയാണ്. ചിലപ്പോ അങ്ങനെ പറഞ്ഞ പ്രശ്നം വളരെ രൂക്ഷമാവെന്ന് അവന് തോന്നി, അതുകൊണ്ടാട്ടോ ഇല്ലെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ സ്റ്റാൻലി ജോസഫിനെ ബാലേന്ദ്രൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പം അതൊക്കെ ഒരു നിമിത്തമാണെന്ന് മാത്രം ആന്റി കരുതിയാൽ മതി, അല്ലാതെ അവർക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അപ്പോ അലീനയുടെ അച്ഛനാണ് സ്റ്റാൻലി ജോസഫ് എന്ന് ബാലേന്ദ്രൻ മനസ്സിലാക്കിയില്ലേ? അങ്കിള് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന്. പക്ഷെ ആന്റിയുടെ മകളാണെന്ന് ആ അങ്കിളിന് അറിയില്ല എന്ന് പറയാണ്. അതെങ്ങനെയാടാ, റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ സ്റ്റാൻലി ചോദിക്കില്ലെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിലായിട്ട് അറിയില്ല. ഇല്ല, ഇതിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു കാണും. അല്ലെങ്കിൽ പിന്നെ ബാലൻ എങ്ങനെയാ അവളെ തപ്പിപ്പിടിച്ച് അവിടെ തന്നെ കൊണ്ടാക്കുന്നത്? സ്റ്റാൻലിയോട് കാര്യങ്ങൾ പറയാതെ അവളോട് ആക്കാൻ പറ്റില്ലല്ലോ. സ്റ്റാൻലിയെ കുറിച്ച് ബാലൻ എങ്ങനെ അറിഞ്ഞു? ഇതിലെല്ലാം എന്തൊക്കെയോ കള്ളത്തരമുണ്ട്, എനിക്ക് മനസ്സിലായി. പോകാൻ തന്നെ കൂടി അവള് പറഞ്ഞിട്ട് പോയതാ ഈ സ്റ്റാൻലിയെ കുറിച്ചും ആഗ്രയിലെ കഥകളും. അപ്പോ ബാലേട്ടന് എന്തായാലും സത്യങ്ങൾ അറിയാല്ലേ എന്നൊക്കെ പറഞ്ഞ് അവള് പറയുമ്പം ആന്റി, ഞാൻ പറഞ്ഞൊന്നും അറിഞ്ഞതായി പോലും ആന്റി ഭാവിക്കേണ്ട. ആന്റിയുടെ ജീവിതത്തിന് തന്നെ അത് പിന്നെ ഒരു പേർദോഷമാവും, അത് ഒരു റിസ്ക് ആവും. സത്യങ്ങളെങ്ങാനും അങ്ങൾ അറിഞ്ഞ ആന്റി ഡിവോഴ്സ് ചെയ്യും, അത് വേണോ എന്ന് ചോദിക്കുമ്പം വൈജൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആനയുടെ മക്കളും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, മക്കളും ഭർത്താവും ഒന്നും അറിയണ്ട, അത് തന്നെ നല്ലത്. അതുകൊണ്ട് ആന്റി കുറച്ചൊന്ന് ഒതുങ്ങാൻ നോക്ക്. ആനയുടെ സ്വഭാവത്തില് കാര്യമായി മാറ്റം വരുത്തണം. ഭർത്താവിനെ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനാണ് സംഭവം പറഞ്ഞ് നടന്നാലേ എല്ലാം കൈപിടിയിൽ ഒതുക്കില്ല, എല്ലാം അവസാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനു പുറത്തിറങ്ങി വാതില് കൊട്ടിയടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ഡോറ് തുറന്ന് അവന്റെ വീട്ടിലേക്ക് പോവാണ്, കാറെടുത്തോണ്ട് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് വൈജ ഒന്നും മിണ്ടാതെ ഷോക്കായിട്ട് അവളുടെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആലോചിക്കാണ്, വന്നപ്പം മുതൽ അലിനോട് ചെയ്ത ദ്രോഹങ്ങളും ദുഷ്ടത്തരങ്ങളും എല്ലാം ഓർക്കുന്നുണ്ട്. അവളെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങളും എല്ലാം ഓർക്കാണ്. അതേ സമയത്ത് തന്നെ താനും സ്റ്റാൻലിയുമായിട്ടുള്ള ആ പ്രണയകാലങ്ങൾ ഓർക്കുന്നുണ്ട്. എന്ത് മനോഹരമായിരുന്ന കാലം, താൻ ഗർഭിണിയായിരുന്നപ്പോ സ്റ്റാൻലി പൊന്നുപോലെ തന്നെ നോക്കിയത്, അതെല്ലാം തന്നെ അവൾ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്റ്റാൻലിയെയും അലീനയും കാണണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കാൻ കേട്ടോ. ബാലിനെയും മക്കളെയും പോലും അവൾ മറന്നുവട്ടാണ്. എങ്ങനെയെങ്കിലും സ്റ്റാൻലിയെ കാണണം, സത്യങ്ങൾ എന്താണെന്ന് ബോധിപ്പിക്കണം, അലീനയെ കാണണം, മകളെ ചേർത്ത് പിടിക്കണം എന്നിങ്ങനെ വൈജ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസൊക്കെ ഇതിൻ്റെ ബാക്കിയും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.